ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കൂർക്കയും എല്ലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് നോക്കാം. ഈ ഒരു കൂർക്കയും എല്ലാം റെഡിയാക്കി എടുക്കുന്നതിൽ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 പച്ചമുളക്, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയുടെ ഫുള്ളായിട്ടുള്ള കുടപ്പനും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു പിടി ചുവന്നുള്ളിയും ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 2 സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മസാലയിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. ഈ ഒരു രീതിക്ക് മസാലയൊക്കെ നല്ലതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് എല്ലുകൂട്ട് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 കിലോ എല്ലുകൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി മസാലയും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു രീതിക്ക് മിക്സാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ആ ഒരു കുക്കർ 7 സ്റ്റീം അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ കുക്കറിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ആ ഒരു എല്ലുകൂട്ടൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കൂർക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 സ്റ്റീമും കൂടി അടിച്ചെടുക്കുക. നമ്മൾ കപ്പയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കപ്പ വേറെ വേവിച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വാലുന്നതിന് ശേഷം വേണം ഈ ഒരു എല്ലുകൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കൂർക്ക ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ സ്റ്റീം അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ കൂർക്കയാണ് നന്നാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു കൂർക്ക ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു എല്ലിലുണ്ടായിരുന്ന വെള്ളവും പിന്നെ ആ ഒരു തക്കാളിയിലും സവാളയിലേക്കുള്ള വെള്ളവും കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂർക്ക വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു രീതിക്ക് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 സ്റ്റീമും കൂടി അടിച്ചെടുക്കാം കേട്ടോ. ആ ഒരു എല്ലും കൂർക്കയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ സ്റ്റൗവിലൊരു ഉരുളിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഉരുളിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു മുളക് പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഈ ഒരു രീതിക്ക് ആ ഒരു പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു എല്ലും കൂർക്കയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതിൽ കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ ഉണ്ട്. ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ആ ഒരു എല്ലും കൂർക്കയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ. നമ്മൾ മുളക് പൊടി അതേപോലെ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു മണവും പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന എല്ലും കൂർക്കയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
ഈ ഒരു രീതിക്ക് ആ ഒരു എല്ലും കൂർക്കയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിരിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു എല്ലും കൂർക്കയുടെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.